ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മുളപ്പിച്ച ചെറുപയർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 12 മണിക്കൂറാണ് ഞാൻ കുതിർത്തി വെച്ചിരുന്നത്. അതിനുശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുളപ്പിച്ചെടുത്ത ചെറുപയറാണ് ഈ കാണുന്നത്. മുളപ്പിച്ചെടുത്ത ശേഷമുള്ള അളവല്ല 1 കപ്പ് എന്ന് പറഞ്ഞത്. 250 ml കപ്പിന് 1 കപ്പ് ചെറുപയർ ആദ്യം അളന്നെടുത്ത ശേഷം വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നതാണ്. അതിനുശേഷം മുളപ്പിച്ചെടുത്തതാണ് ഈ കാണുന്നത്. ചെറുപയർ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3-4 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. 5 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഈ മുളപ്പിച്ച ചെറുപയർ കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്രയും മുളക് ഞാനിപ്പോൾ ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മുളപ്പിച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മുളകും എല്ലാം ചേർത്തിട്ട് ഒന്ന് ചെറുപയറൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ചേർക്കാം. ഈ മുളപ്പിച്ചെടുത്ത ചെറുപയർ അധികം വേവിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വേവിച്ചെടുക്കുന്നതാണ് താല്പര്യമെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് കുറച്ചുകൂടി ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലെ വെള്ളം ഒന്ന് അല്പം കൂടി ഒന്ന് വറ്റാനുണ്ട്. ഇത് വേവിച്ചെടുക്കുന്നതിൻ്റെ സമയം നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. കൂടുതൽ ഇത് വേവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒരു 5-6 മിനിറ്റ് മാത്രം ഇതൊന്ന് വേവിച്ചെടുക്കാം. അതെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യണം. ഞാനിതൊന്ന് തുറന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് അവസാനം 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽത്തി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്